മോനെ ഈ കഥവെല്ലാം അടിച്ച് പറിച്ച് നശിപ്പിച്ചതാ. മോൻ നോക്ക്, ഈ കഥവ് കണ്ടോ? ഈ കടയിലെല്ലാം കയറി ഇതണ്ട, ഇത് മൊത്തം അടിച്ച് പറിച്ചതാ. കഷ്ടപ്പെട്ട് ജീവിക്കുക, ഇതിൽ കൂടിയാൽ ഇനി എന്തുവാ ചെയ്യാൻ? ഈ 72ാമത്തെ വയസ്സിലും അധ്വാനിച്ച് ജീവിക്കുകയാണ് അമ്മ. സത്യത്തിൽ ജീവിക്കാൻ അനുവദിക്കത്തില്ല. കച്ചവടം ചെയ്യും, രാത്രി കട അടച്ചിട്ട് പോവും, രാവിലെ വരുമ്പോൾ മോഷണം നടന്നിരിക്കുക. അതൊന്നുമല്ല രണ്ടുമല്ല, ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് ഈ അമ്മയുടെ മുറുക്കാൻ കടയിൽ മോഷണം നടന്നിരിക്കുന്നത്. ഞാൻ ആർക്കും ഒരു ശല്യത്തിന് പോകുന്നില്ല, ആരോടും ഒരു രോഗത്തിന് പോകുന്നില്ല. പിന്നെ നമ്മളെ ഇങ്ങനെ ചെയ്യുന്ന എന്തിനു കഷ്ടപ്പാടാണ് മോനെന്ന് പറ. 2500 രൂപ ഈ കഥവ് ശരിയാക്കിയ. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അടൂര് പന്നിവിഴയാണ്. അമ്മയുടെ പേര് ഓമന എന്നാണ്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ ഒരു കനാൽ പുറമ്പോക്കിലാണ് അമ്മ കച്ചവടം നടത്തുന്നത്. ഈ 72ാമത്തെ വയസ്സിലും അധ്വാനിച്ച് ജീവിക്കുകയാണ് അമ്മ. സത്യത്തിൽ ജീവിക്കാൻ അനുവദിക്കത്തില്ല. കച്ചവടം ചെയ്യും, രാത്രി കട അടച്ചിട്ട് പോവും, രാവിലെ വരുമ്പോൾ മോഷണം നടന്നിരിക്കുക. നിനക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചോടാ നാറികളെ. ഈ പാവപ്പെട്ട അമ്മയുടെ തന്നെ കടയിൽ തന്നെ മോഷണം നടത്തണം. രാവിലെ നേരം വെളുത്ത് 5:30 ആകുമ്പോൾ അമ്മ കടയിൽ വരും. ചായ ഒഴിച്ചാണ് അമ്മ ജീവിക്കുന്നത്. ഇതിപ്പം 4ാമത്തെയാ. അപ്പൊ ഈ 4 പ്രാവശ്യവും ഇതുപോലെ ഓരോ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. 12,500 രൂപ ചെലവാക്കിയാ ഇപ്പൊ ഞാൻ ഈ കഥവ് ഇട്ടത്. ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന, അല്ലാതെ ഒന്നും അല്ല. ഈ കഥവ് കണ്ടില്ലേ മക്കള്, കണ്ടില്ലേ? അതെ, ഈ കഥവ് തന്നല്ല, അതിന്റെ കുറ്റിയും ചെല്ലും എല്ലാം അടിച്ചൊടുക്കി വെച്ചേ. അതെ, അടിച്ചൊടുക്കി വേണ്ടതുപോലെ എല്ലാം ചെയ്തു വെച്ചേക്കും. നശിപ്പിച്ചു കളഞ്ഞില്ലേ? രാവിലെ 5:30 ആകുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. വീട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്ന് ഈ ചായക്കലത്തിന് തീ കത്തിച്ചിട്ട് ഞാൻ ഇത് തുറക്കുന്നു. അങ്ങനെ തുറക്കാൻ വന്നപ്പോ ഉണ്ട് കഥവ് പൊളിഞ്ഞു കിടക്കുന്നു. ആരോട് ഉപയോഗിക്കാനാ? അതപ്പോ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല ഇതിങ്ങനെ ചെയ്യുന്നു. 3 പ്രാവശ്യമല്ല, 4ാമത്തെ വട്ടോ. അകത്ത് എന്തൊക്കെ സാധനമേ കൊണ്ടുപോയത്? അകത്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ സോഡായ, മുറുക്കാനെ, വലിയുടെ സാധനങ്ങൾ മൊത്തം. മോൻ നോക്ക്, എല്ലാം കൊണ്ടുപോയി. എല്ലാം കൊണ്ടുപോയി. കേക്കും ഒക്കെ കൊണ്ടുപോയോ? കേക്ക് ഈ പ്രാവശ്യം എടുത്തതല്ല, ഈ പ്രാവശ്യം കേക്ക് തൊട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 10-30 കേക്ക് ഉണ്ടായിരുന്നു, അത് മൊത്തം കൊണ്ടുപോയി. അങ്ങനെ എല്ലാ സാധനവും കൊണ്ടുപോയി. എങ്ങനെ കച്ചവടം ചെയ്യുമേ? എങ്ങനെ കച്ചവടം ചെയ്യുമെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഉള്ളത് കൊണ്ടൊക്കെ നിന്ന്. ഞാൻ ആർക്കും ഒരു ശല്യത്തിന് പോകുന്നില്ല, ആരോടും ഒരു രോഗത്തിന് പോകുന്നില്ല, ഒരു പിടിച്ചുപറിക്കും പോകുന്നില്ല ആരുമായിട്ടും. പിന്നെ നമ്മളെ ഇങ്ങനെ ചെയ്യുന്ന എന്തിനു കഷ്ടപ്പാടാണ് മോനെന്ന് പറ. അല്ല, അങ്ങനെയുള്ള കാലമാടന്മാരും ഈ നാട്ടിലുണ്ടോ? എന്തായാലും വെളിയിൽ നിന്ന് ഒരാൾ വന്നത് ചെയ്യത്തില്ലല്ലോ. ഈ പ്രദേശത്തൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ ചെയ്യുന്നത്, അറിയാവുന്നവരാണല്ലോ. എനിക്ക് ഒന്നും അറിയത്തില്ല കളെ. നമുക്ക് ഈ ഇതുണ്ടല്ലോ, അവിടെ ഒരു ഇതുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് തെളിയുന്നില്ല. ആളിന്റെ രൂപം ഉണ്ടെങ്കിലും ആൾ ഇന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഈ ആദ്യത്തെ പ്രാവശ്യം എടുത്തോണ്ട് പോയ നാൾ തൊട്ട് ഞാൻ പൈസ ഒന്നും ഇട്ടേക്കത്തില്ലായിരുന്നു. 10 രൂപ പോലും ഇട്ടേക്കത്തില്ല. എല്ലാം നുള്ളി പെറുക്കിക്കൊണ്ട് പോകുമായിരുന്നു. മറ്റുള്ള സാധനം എല്ലാം ഇതിൻ്റെ അകത്ത് ഒതുക്കി വെക്കുമായിരുന്നു. പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ വെച്ചേക്കത്തില്ല. എൻ്റെ ജീവിതത്തിന്റെ വഴിയാ. അതും കൊണ്ടുപോയത് ഇല്ല ഭാഗത്തിരുന്ന് പൊട്ടിച്ചു കുടിച്ച ചാവന്മാര് പോയിരിക്കുന്നത്. 2500 രൂപ ഈ കഥവ് ശരിയാക്കിയ. 3 പ്രാവശ്യത്തെ ആയി ഈ കഥവിന്റെ പരിപാടി. 3 പ്രാവശ്യത്തെ ആയി. ഇന്നത്തെ കാലത്ത് ഓരോ ആശാരിമാരെ വിളിച്ചോണ്ട് വന്ന് ആ സാധനം എല്ലാം മാറി പറക്കി കൊണ്ടുവരണമെങ്കിൽ പൈസ ചെലവില്ലയോ? പണിക്കൂലി കൊടുക്കണ്ടായോ? അമ്മയാ രാവിലെ 5 മണി 5:30 ആകുമ്പം വരും. വന്ന് ചായ, ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ചായ കുടിക്കുന്നതാ. ഇപ്പം ഇത് 6 മാസത്തിനിടയ്ക്ക് ഇതിപ്പോൾ 4ാമത്തെ തവണയാണ്. വളരെ നമുക്ക് സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാന്ന് പറയുമ്പം, കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ അത് ജീവിക്കുമ്പോൾ അതിനെപ്പോലും അനുവദിക്കത്തില്ലെന്ന് പറയുമ്പോഴേ, ഇതിനകത്ത് ഇതറിയാവുന്നവരും പിന്നെ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ബിരുദന്മാരാ, അല്ലാതെ ഉള്ളവരല്ല. അറിയാത്തവരിവിടെ വന്ന് ചെയ്യത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ CCTV തന്നെ ഉണ്ട്. അവരവിടെ നിന്ന് വന്നിട്ട് ആ വഞ്ചി പൊളിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതിന് ശേഷമാണ് കടയിൽ കയറി സോഡ ഉൾപ്പെടെ എടുത്ത് അവിടെ ഇരുന്ന് കുടിച്ചു. സിഗരറ്റ് ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങളും കൊണ്ടുപോയത്, എല്ലാം നശിപ്പിച്ചു. അത് തന്നെ ഒരാളെ കൊണ്ട് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചിലവാകും?